വിവാദമായ ഹൈറിച്ചിനെതിരെ വീണ്ടും പരാതി. ഒറ്റപ്പാലത്തുള്ള സിനിമാ പ്രവർത്തകനാണ് കമ്പനിക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. 11,000-ലധികം രൂപയാണ് ചെമ്പകശ്ശേരി സ്വദേശി സുധീഷ് കുമാർ നിക്ഷേപിച്ചത്. പരാതി നൽകുമെന്ന് പറഞ്ഞപ്പോൾ പീഡനക്കേസിൽ കൊടുക്കും എന്നാണ് കമ്പനി അധികൃതർ ഭീഷണിപ്പെടുത്തുന്നത്. തനി പറ്റിക്കലാണ് ഈ പരിപാടി നടക്കുന്നത്. അപ്പോൾ എനിക്കത് ഇത് ശരിക്കും ഉടായ്പാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഞാൻ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യല്ല. ഒരു സാധാരണക്കാരനൊരു ഇങ്ങനത്തെ ഒരു കമ്പനി പൊളിഞ്ഞു, പേപ്പറിലും വാർത്തകളായിട്ട് വരുന്നു, 126 കോടി, കാരണം ഇത്രയും വലിയൊരു സംഖ്യയുടെ GST പ്രശ്നങ്ങൾ വരുന്നു. GST പ്രശ്നങ്ങൾ നാടകമായിരുന്നു എന്ന് എനിക്ക് ആദ്യം തോന്നി. 10,000 രൂപ നിക്ഷേപിച്ചാൽ 30,000, അതായത് 3 ഇരട്ടി തിരിച്ചു കിട്ടും. ഇതായിരുന്നു വാഗ്ദാനം. പുതിയ അംഗങ്ങളെ ചേർത്താൽ പിന്നെയും ലാഭം. വർഷത്തിൽ 1 കോടിയിലധികം രൂപ ലാഭം കിട്ടുമെന്നും സുധീഷിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അവർ 10,000 രൂപയ്ക്ക് നമ്മൾ അടച്ചു കഴിഞ്ഞാൽ ആഴ്ചയിൽ നമുക്ക് 105 രൂപ വെച്ചിട്ട് 30,000 രൂപ വരെ നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറുന്നതാണ് ഇത്. അതിനുശേഷം നമ്മൾ ആളുകളെ ചേർക്കുമ്പോൾ അവർ കുറേ ഓഫറുകൾ പറയണത് കുമരകത്തേക്ക് ബോട്ട് സർവീസ്, മറ്റേ വിദേശ ടൂറ്, അങ്ങനെ കുറേ പാക്കേജുകൾ ഇവർ പറയുന്നുണ്ട്. നമ്മൾ പിന്നെ ആളെ ചേർത്താൽ അവർ എന്തെങ്കിലും ഇവരുടെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കെന്തോ ലാഭം കിട്ടുന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ വാഗ്ദാനങ്ങളെല്ലാം വാക്കിലൊതുങ്ങി. ഇതിനെ തുടർന്ന് പരാതി നൽകുമെന്ന് കമ്പനി അധികൃതരെ അറിയിച്ചു. പരാതി നൽകിയാൽ വ്യാജ പീഡനക്കേസിൽ കൊടുക്കുമെന്നായിരുന്നു മറുപടി. എന്നെ ഈ പ്രിൻസ് എന്ന് പറയുന്ന ഒരാളുണ്ട്, ഇതിൻ്റെ മെയിൻ ഹെഡാണ്, ഓച്ചിറുള്ള ആളാണെന്ന് മാത്രമേ അറിയുള്ളൂ. അയാൾ കുറേ മീറ്റിങ്ങുകൾക്ക് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഈ ഹൈറിച്ചിൻ്റെ. അയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ കേസിന് പോകാനാണോ നിങ്ങളുടെ തീരുമാനം ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കേസിന് പോകാനാണ് തീരുമാനം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പാലക്കാട് മലമ്പുഴ ഗൗരി എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ വേറൊരു ഓഫീസറുണ്ട്. അപ്പോൾ ആ കുട്ടിയോട് നിങ്ങൾ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, അപ്പോൾ നിങ്ങളുടെ പേരിൽ സ്ത്രീപീഡന കേസ് കൊടുക്കും. ആ സ്ത്രീപീഡന കേസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ മൊത്തം ജാമാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കേസ് കൊടുക്കാൻ മെനക്കെടണ്ട പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.